ദേ ഇൻ്റർവ്യൂ ആയാൽ ഇങ്ങനെ ഇരിക്കണം, അല്ലാതെ വളവള ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരാളുടെ ലൈഫിനെ വരെ ബാധിക്കുന്ന രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്യരുത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ നമ്മുടെ സ്വന്തം നജീബ് ഇക്കയോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നജീബ് ഇക്കയോട് ആത്മാർത്ഥമായി ആദ്യമായാണ് ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഇത്ര രസകരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജ് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനെ വരെ ഇല്ലായ്മ ചെയ്യും. ഇനി അറബി നാട്ടിലേക്ക് തിരിച്ച് ആ സ്ഥലം ഒന്ന് കാണാൻ പോകണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന പൃഥ്വിരാജ്. സങ്കടമുഖത്ത് കാണാം നമുക്ക് നജീബിൻ്റെ. ഇനി ഒരിക്കലും അങ്ങോട്ട് പോകില്ല എന്ന് മനസ്സ് തുറന്ന് പറയുകയാണ് നജീബ്. അതേപോലെ തന്നെ ഇതെല്ലാം വീട്ടുകാർക്ക് അറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നജീബ് പറഞ്ഞത്, ഇതിലെ എല്ലാ കാര്യവും വീട്ടിലാർക്കും അറിയില്ലായിരുന്നു. മകൻ അന്ന് 2 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നജീബ് പറഞ്ഞത്. അതേപോലെ തന്നെ വളരെ ശാന്തമായ രീതിയിലാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ പൃഥ്വിരാജ് പറയുന്നുണ്ട് അവസാനം, ഞാൻ ഈ സിനിമ അഭിനയിക്കുന്നതിന് മുൻപ് ഞാൻ താങ്കളെ കണ്ടിട്ടില്ല, പക്ഷേ നമ്മുടെ 2 പേരുടെയും ചിന്തകൾ ഒരേപോലെയായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ അടിയിലെ കമൻറ്റുകൾ എല്ലാം പൃഥ്വിയോടുള്ള സ്നേഹമാണ് കാണുന്നത്. പൃഥ്വിരാജ് ഒടുവിൽ പറഞ്ഞ ആ വാചകമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. ചേട്ടൻ ചിന്തിച്ചതും ഞാൻ ചിന്തിച്ചതും ഒരേപോലെ എന്ന്. റീൽ നജീബും തമ്മിലുള്ള വ്യത്യാസം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ തന്നെയായിരിക്കണം, അല്ലാതെ മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും നെഗറ്റീവുകളും മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഇൻ്റർവ്യൂകൾ നിർത്തി അദ്ദേഹത്തിന് സമാധാനം കൊടുക്കുന്ന രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരാളുടെ മാനസികാവസ്ഥ പരിഗണിക്കണം.